മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സ്ഥലത്തെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് SUPI-ക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് സതീശൻ പ്രഖ്യാപിച്ചത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നത്. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. നിങ്ങൾ കേട്ടില്ലേ? UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തിയതിന്റെ SUPI പിന്തുണച്ചതിന് അവർക്കുള്ള സമ്മാനമായിട്ടാണോ ഈ ജില്ലാ പ്രഖ്യാപനമൊക്കെ, മൂവാറ്റുപുഴ അങ്ങ് ജില്ലയാക്കുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തുന്നത്? ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ തന്നെ കേന്ദ്ര സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് നിരോധിച്ചു. അതേ സമയത്ത് UDF സർക്കാർ ചെയ്യുന്നത്, ഈ മൂവാറ്റുപുഴയിൽ നിന്നാണ് ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടുകാര്, SUPI-ക്കാര്. അതിന് ഈ പോപ്പുലർ ഫ്രണ്ടുകാരുള്ള സ്ഥലത്തെ ഒരു ജില്ല ആക്കി മാറ്റിക്കൊടുക്കുക. എന്താ ജില്ലയാക്കി മാറ്റിക്കൊടുത്താൽ സംഭവിക്കുക? SUPI-ക്ക് അവിടെ ഒരു എങ്ങനെയെങ്കിലും കുറച്ച് ജനപ്രതിനിധികളെ ഉണ്ടാക്കാം. ഒരു പക്ഷേ ജില്ല തന്നെ അവർക്ക് പിടിക്കാൻ സാധിക്കുമോ എന്ന് അവർക്കൊരു നീക്കം നടത്താൻ സാധിക്കും. ഇതൊക്കെ തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത് അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്തിനാണ് രാജ്യമൊന്നടങ്കം മണ്ഡല പുനർനിർണയം നടക്കുമെന്ന് പറയുമ്പോ, അത് നടത്തണമെന്ന് പറയുമ്പോ, അതുമായിട്ട് ബില്ല് വരുമ്പോ അതിനെ എന്തിനാ കോൺഗ്രസ് എതിർക്കുന്നത്? അങ്ങനെ രാജ്യത്തെ സകല ജനങ്ങൾക്കും ഒരു ഉപകാരമാണ് ലക്ഷ്യം ആണ് എങ്കിൽ പിന്നെ എന്തിനാണ് മണ്ഡല പുനർനിർണയത്തെ ഈ പറയുന്ന UDF സർക്കാർ എതിർക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ 20 MP-മാരുള്ളത് 30 MP-മാരിലേക്ക് വരില്ലേ? എന്തിനാണ് കോൺഗ്രസ് അതിനെ എതിർക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഉത്തർപ്രദേശിന്റെ കണക്കെടുത്ത് നോക്കിക്കേ, അവിടെ ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് കേട്ടോ. 26 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഉത്തർപ്രദേശ് ഒരു സ്വതന്ത്ര രാജ്യമാകുമായിരുന്നുവെങ്കിൽ ലോകത്തെ തന്നെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 5ാമത്തെ സ്ഥാനമായിരിക്കും ഉത്തർപ്രദേശിനുണ്ടാവുക. ഇന്ത്യ, ചൈന, അമേരിക്ക, ഇന്തോനേഷ്യ കഴിഞ്ഞാൽ 5ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ UK-യിലെ ആണെങ്കിലും, അല്ലെങ്കിൽ ഫ്രാൻസിലെ ആണെങ്കിലും, ഇറ്റലിയിലെ ആണെങ്കിലും, ജർമ്മനിയിലെ ആണെങ്കിലും ഒക്കെ ജനസംഖ്യ എന്ന് പറയുന്നത് 15 കോടിയും 20 കോടിയും ഒക്കെയാണ്. റഷ്യയിലെ ജനസംഖ്യ ആകെ 15 കോടിയാണ്. അപ്പോഴാണ് ഉത്തർപ്രദേശിൽ 26 കോടി ജനങ്ങളുള്ളത്. അവിടെ എത്രയാണ് ലോക്സഭാ MP-മാരുള്ളത്? കേവലം 80 പേര് മാത്രമാണുള്ളത്. അതായത് ഒരു MP എന്ന് പറയുമ്പോൾ 30 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർത്തും അശാസ്ത്രീയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അതിന് ആനുപാതികമായി ലോക്സഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 850 സീറ്റുകളായിട്ട് നിശ്ചയമായും ലോക്സഭയിലെ പ്രാതിനിധ്യം ഉയരുക തന്നെ ചെയ്യും. അതിലേതാണ്ട് 280 സീറ്റുകൾ വനിതകൾക്ക് സംവരണം ചെയ്യാൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ ഇതെല്ലാം നല്ല കാര്യമാണ് എന്ന് പറയുമ്പോഴും ചില അജണ്ടകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ കേട്ടില്ലേ. പിന്നെ ചില അജണ്ടകൾ, അത് ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്. എത്ര നന്മ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാലും അതിൽ ചില അജണ്ടകൾ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ണിക്ക് ഉറക്കം വരില്ല. അത് നമ്മൾ മൈൻഡ് വെക്കണ്ട. അപ്പൊ സകല മലയാളികളും തിരിച്ചറിയാ, രാജ്യത്തെ മണ്ഡല പുനർനിർണയം കൊണ്ടുവരുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നിലവിൽ ഒരു MP-ക്ക് 30 ലക്ഷം ആളുകൾ എന്ന രീതിയാ. അതൊക്കെ അംഗീകരിക്കാൻ സാധിക്കോ? അപ്പൊ അവിടെയൊക്കെ തന്നെ മണ്ഡല പുനർനിർണയം നടക്കണ്ടേ? സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിൽ എണ്ണം കൂടും. അതിനെ ഇപ്പോ എതിർത്തിട്ട് എന്ത് കാര്യമാണ്? അങ്ങനെയാണെങ്കിൽ കേരളത്തില് ഇവിടെ ഇപ്പൊ ഒരു ജില്ല പ്രഖ്യാപനക്കല്ലേ സതീശൻ നടത്തിയത്? യഥാർത്ഥത്തിൽ UDF സർക്കാരിന്, VD സതീശന് സകല സാധാരണ ജനങ്ങളുടെയും വികസനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഡീലിമിറ്റേഷനെ, മണ്ഡല പുനർനിർണയത്തെ അനുകൂലിക്കണം. അല്ലാതെ നിങ്ങൾ മൂവാറ്റുപുഴയ്ക്ക് മാത്രമായിട്ട് ഒരു ജില്ല പ്രഖ്യാപനമൊക്കെ നടത്തിയാൽ അത് SUPI-ക്ക് വേണ്ടിയിട്ടാണ്, അത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എന്ന് വിവേകമുള്ള സകല മലയാളികളും മുന്നോട്ട് വെക്കും. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. പിന്നെ കേന്ദ്ര സർക്കാർ ഇവിടെ ഡീലിമിറ്റേഷൻ ഒക്കെ തന്നെ നടപ്പിലാക്കും.
ഇവിടെ മണ്ഡല പുനർനിർണയം ഒക്കെ തന്നെ നടപ്പിലാക്കും എന്നുള്ളതിലും ആർക്കും തന്നെ തർക്കം വേണ്ട. ഇപ്പോ MK സ്റ്റാലിൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് ഒപ്പം നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ തന്നെ നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം. ഏതായാലും NDA, BJP, അമിത്ഷാ ഒരു പ്ലാൻ ബിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരൊറ്റ ഇലക്ഷൻ, ഒരൊറ്റ രാജ്യം എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചിട്ട്, അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലത്തെ സംസ്ഥാനങ്ങൾ ഈ ഒരൊറ്റ ഇലക്ഷൻ, ഒരൊറ്റ രാജ്യം എന്നുള്ളതിനെ എതിർക്കുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങൾ, അതായത് കേന്ദ്ര ഭരണ പ്രദേശം ഉൾപ്പെടെയുള്ള 22 സംസ്ഥാനങ്ങൾ രാജ്യത്ത് ഒരൊറ്റ ഇലക്ഷൻ, ഒരൊറ്റ രാജ്യം എന്നുള്ളതിലേക്ക് ഈ തിരഞ്ഞെടുപ്പോടുകൂടി വരുമെന്നുള്ള വാർത്തകളാണ്, ചർച്ചകളാണ് നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. NDA അതിനിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ കേരളത്തില് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു സമയത്താണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു പാർലമെന്റ് ഇലക്ഷൻ വരിക. ഇതൊക്കെയായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ രാജ്യത്ത് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ആ ചിലവൊക്കെ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരൊറ്റ ഇലക്ഷൻ, ഒരൊറ്റ രാജ്യം എന്നതിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അതിനിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ NDAയുടെ ഭാഗത്ത് നിന്നിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവേകമുള്ള ഏതൊരു മലയാളിക്കും ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ഇലക്ഷൻ എന്നുള്ളതിനെ പിന്തുണയ്ക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 22 സംസ്ഥാനങ്ങളിലും ഒരേ സമയത്ത് തന്നെ നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും വരാൻ പോകുന്നു എന്നുള്ള അതിനിർണായകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും നമ്മുടെ രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. VD സതീശന്റെയൊക്കെ കപടതയും ഒരു സ്ഥലത്ത് പോവുക, മൂവാറ്റുപുഴ എത്തുക, എന്നിട്ട് അവിടെ നിന്ന് ജനങ്ങൾക്ക് അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, ഒരു ജില്ല അധികമായിട്ട് രൂപീകരിക്കുന്നതിലൊക്കെ ഒരുപാട് ഫണ്ട് ആവശ്യമില്ലേ? നമ്മുടെ കേരള സർക്കാരിന്റെ ഗതികേട് എന്താണ് എന്നറിയോ? ഈ കഴിഞ്ഞ ദിവസമല്ലേ സുരേഷ് ഗോപി 32 ലക്ഷം രൂപ സംസ്ഥാന ടൂറിസം വകുപ്പിലെ ജീവനക്കാരായിട്ടുള്ള, അതായത് കുടുംബശ്രീ ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് 5 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. എന്നിട്ട് സുരേഷ് ഗോപിയാണ് കടമായിട്ട് കൊടുക്കുന്നത്. ഈ ഓണം എത്തിയിട്ടും 5 മാസത്തോളമായിട്ട് സാലറി കൊടുത്തിട്ടില്ല. ആ UDF സർക്കാരാണിപ്പോ ഒരു ജില്ല ഉണ്ടാക്കാൻ പുറപ്പെടുന്നത്. ഇതിനൊക്കെ പണം വേണ്ടേ? ആദ്യം സാധാരണക്കാരായിട്ടുള്ള ആളുകള് ആ പണിയെടുത്ത, ആ ജോലി എടുത്തതിന് കൂലിയെങ്കിലും ഒന്ന് കൊടുക്കോ, എന്നിട്ടൊക്കെ പോരെ ഈ SDPI ഒക്കെ ഇങ്ങനെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോവല്.